സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ഹോർമൂസിന്റെ മേലുള്ള ആധിപത്യത്തിന് വേണ്ടി അമേരിക്കയും ഇറാനും വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് ഇസ്രായേൽ പശ്ചിമേഷ്യയുടെ ആധിപത്യത്തിന് വേണ്ടി സിറിയ, ലബനൻ, പാലസ്തീൻ എന്നീ രാജ്യങ്ങളെ ആക്രമിച്ചില്ലാതാക്കി ഇപ്പോൾ ഇറാനെ തൂത്തെറിയാൻ സർവസജ്ജരായി നിൽക്കുകയാണ്. ഈ സമയത്താണ് സൗദി, പാക്, തുർക്കി സംയുക്ത കരാർ നിലവിൽ വരുന്നത്. മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റ് എന്ന് വിളിക്കുന്ന കരാർ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്നാണ് മെക്കയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ സായുധ ആക്രമണമുണ്ടായാൽ അത് മൂന്ന് രാജ്യങ്ങൾക്കുമെതിരെയും നടത്തിയ ആക്രമണമായി കണക്കാക്കും. ആ ആക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി ഈ മൂന്ന് രാജ്യങ്ങളും പ്രതികരിക്കുകയും ചെയ്യും. ഇതാണ് വ്യവസ്ഥ. അതേസമയം മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ സംഭവ വികാസങ്ങൾ ഇതേ സമയം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇറാൻ പറയുന്നു, ഹോർമുസിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും ഒരു കരാർ അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും ഉയർന്ന തലത്തിലുള്ള നേതാക്കൾ ഇനി അത് ഉറപ്പിക്കുക മാത്രമേ വേണ്ടൂ എന്നുമാണ്. അതേസമയം അമേരിക്ക പറയുന്നത് ടെഹ്റാന് ഈ യുദ്ധവുമായി ഇനി കൂടുതൽ മുന്നോട്ട് പോകാനാവില്ലെന്നും അതിനാൽ യുദ്ധം വളരെ ഭംഗിയായി തന്നെ വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നുമാണ്. ഒരുപക്ഷെ അമേരിക്കയുടെയും അവസ്ഥ ഈ യുദ്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ തന്നെയായിരിക്കണം. ഇതിനിടയിൽ സൗദി പിന്തുണയുള്ള യമൻ സൈന്യവും ഹൂത്തികളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 40ഓളം യമൻ സൈനികർ കൊല്ലപ്പെട്ടതിന് ശേഷം ഹൂത്തി ആക്രമണത്തിൽ 2 അമേരിക്കകൾ കൂടി വീണ്ടും കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്ക് പറ്റിയെന്നും യമൻ ഹെൽത്ത് മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്തതായും വാർത്തകൾ വരുന്നു. ഇതോടൊപ്പം തന്നെ സൗദിയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ നജ്റാനിൽ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരിക്കുന്നു. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് സൗദിയും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഷിയ വിഭാഗത്തിൽപ്പെടുന്ന ഇറാനും ഇറാന്റെ പ്രോക്സികളും, മറുഭാഗത്ത് സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളായ സൗദി, തുർക്കി, പാകിസ്ഥാനും. ഈ ത്രിരാഷ്ട്ര സഖ്യത്തിന് മറ്റൊരു പ്രതിയോഗിയായി ഇപ്പോൾ നിലകൊള്ളുന്നത് തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ലോബികളുടെ അക്രമോത്സുകതയോടെ പത്തിപുറത്ത് നിൽക്കുന്ന ഇസ്രായേലുമാണ്. ഇതിൽ ഏതിനെ നേരിടാനാണ് ഈ സഖ്യമെന്നത് കാലം തീരുമാനിക്കേണ്ടതാണ്. അബ്രഹാമിക് അക്കോർഡിൽ ഒപ്പിടാത്ത ഒരു രാജ്യമാണ് സൗദി എന്നതിനാലും തുർക്കിയും പാകിസ്ഥാനും ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് കാണുന്ന രാജ്യമാകിയാലും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരിക്കണം ഈ കരാർ രൂപം കൊണ്ടതെന്ന് ഊഹിക്കാം. ഇന്ന് ഇറാനാണെങ്കിൽ പശ്ചിമ ഏഷ്യയിലെ ഏത് രാജ്യത്തിന് നേരെയും ഇസ്രായേലിന്റെ ആയുധങ്ങൾ നീളാമെന്നതിനുള്ള ഒരു തട എന്ന നിലയിലായിരിക്കണം ഈ കരാർ. ഒരു ഭാഗത്ത് ആണവായുധ രാജ്യമായ പാകിസ്ഥാൻ, അതിന്റെ കൂടെ നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ 2ാമത്തെ പ്രബല സൈനിക ശക്തിയായ തുർക്കിയും കൂടിച്ചേരുമ്പോൾ സൗദി ഈ കരാറോടെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അത് അതേസമയം തന്നെ ഇസ്രായേലിനേറെ പ്രയാസപ്പെടുത്തുന്നതുമായിരിക്കും. ഇസ്ലാമാബാദ് ആസ്ഥാനമായ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇംതിയാസ് ഗുലിന്റെ അഭിപ്രായത്തിൽ ഈ മെക്ക കരാർ അമേരിക്കയുടെ പിൻബലത്തിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച അബ്രഹാം അക്കോർഡിൽ സൗദി അടക്കം കൂടുതൽ അറബ് രാജ്യങ്ങൾ ചേരാതിരിക്കുന്നതിന് കൂടിയുള്ളതാണെന്നാണ്. അമേരിക്ക ഇസ്രായേൽ അബ്രഹാമിക് അക്കോർഡിനെ ഇസ്രായേലിന്റെ പുതിയ ശാക്തിക പ്രകടനത്തോടെ തുർക്കി, സൗദി, പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങൾ ഭയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറയുന്നത് ഈ പ്രതിരോധ കരാർ ഏതെങ്കിലും രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നാണ്. മേഖലയിലെ സഹോദര രാജ്യങ്ങൾ അദ്ദേഹം അതിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരെയും ലക്ഷ്യം വെച്ചല്ല ഈ പ്രതിരോധ സഖ്യമെന്ന് എർദോഗാൻ പറയുമ്പോഴും പാകിസ്ഥാനെ സഖ്യത്തിൽ എത്തിക്കുക വഴി തുർക്കി ഇസ്രായേലിന് അണുബോംബിന്റെ താക്കീത് നൽകുന്നു എന്ന് വേണം പറയാൻ.